ഓക്കെ വീർ, നിന്റെ പ്രോബ്ലംസ് എല്ലാം ഞാൻ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഈ സാധനങ്ങളൊക്കെ അകത്ത് കൊണ്ടുവച്ചിട്ട് വരാം. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നതാ വീർ റോബോട്ടാന്ന് എനിക്ക് തോന്നിയിരുന്നു. ഇന്ന് ഞാനത് നേരിട്ട് കണ്ടു. ഇപ്പോ ഞാൻ അവന്റെ സിസ്റ്റം നശിപ്പിക്കാൻ പോവാ. പിന്നെ അവനെ ഒരിക്കലും ജയിക്കാൻ പറ്റില്ല. ഇപ്പൊ നീ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആണ് വീർ. ചെല്ലു മോനെ, നീ പുറത്ത് ചെന്ന് കൂട്ടുകാരുടെ കൂടെ കളിച്ചോ കേട്ടോ. കുറെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാ മതി. ഇഷ്ടം പോലെ കളിച്ചോ കേട്ടോ. അപ്പൂപ്പ, ഞാൻ ആദ്യത്തെ റോബോട്ടാന്ന് തോന്നുന്നു. മനുഷ്യനെ പോലെ ആഹാരം കഴിക്കാനും പറ്റും, ഏതൊരു ജോലി ചെയ്യാനും പറ്റും. അതെ മോനെ വീർ, ഞാൻ എന്തിനാ നിന്നെ അത്തരത്തിൽ ഉണ്ടാക്കിയെന്നറിയോ? നിന്നെ കാണുന്ന ആർക്കും ഒരു സംശയം ഉണ്ടാവരുത്. നീ മനുഷ്യനാണോ അതോ റോബോട്ടാണോ എന്ന് ഒരാളും തിരിച്ചറിയരുത്. അപ്പൂപ്പ, പെട്ടെന്ന് എനിക്ക് എന്തോ പറ്റിയതുപോലെ തോന്നുന്നു. എന്തോ ഒരു പ്രശ്നം ഉള്ളതുപോലെ. മോനെ വീർ, നിനക്ക് എന്താ പറ്റിയത്? നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? എന്താ മോനെ ഇത്? അപ്പൂപ്പ, വീറിനിത് എന്താ പറ്റിയേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോളെ. വീർ പെട്ടെന്ന് റോബോട്ടിനെ പോലെ ബിഹേവ് ചെയ്യാൻ തുടങ്ങി. എന്താ അതിന് കാരണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വീർ, 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 നീ വേഗം അകത്തേക്ക് ചെല്ല്, അല്ലെങ്കിൽ പിന്നെ ആകെ പ്രശ്നമാവും. ബണ്ടി, വീർ ഇപ്പൊ ഇവിടെ ഇല്ല മോനെ. അപ്പൂപ്പ, അവനിവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അതല്ലെങ്കിൽ ഇമിലിയും ചുൾബുള്ളും ഇങ്ങോട്ട് വരില്ലല്ലോ. അവർ രണ്ടുപേരും അകത്തേക്ക് വരുന്നത് ഞാൻ കണ്ടതാണല്ലോ. യെസ് യെസ്, എനിക്കറിയാം വീർ ഇവിടെ ഉണ്ടെന്ന്. ഇതാ കണ്ടില്ലേ? നിനക്ക് എന്തറിയാമടാ? ഞങ്ങളിവിടെ ബ്രേക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക. വീർ ഡാൻസ് ചെയ്യുമ്പോ എനിക്ക് ഡാൻസ് ചെയ്തൂടെ? പക്ഷെ വീർ റോബോട്ടാണ്, ഡാൻസിങ് റോബോട്ട്. എമിലി, എനിക്ക് വീറിനെ പഴയതുപോലെ ആക്കി എടുക്കാൻ കുറച്ച് സമയം എടുക്കും മോളെ. ഇപ്പൊ ഈ ബണ്ടി എല്ലാരെയും ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുമെന്നാ തോന്നുന്നേ. വീർ, വിരലിഞ്ഞോടിക്കേ, വേഗം വിരലിഞ്ഞോടിക്കേ, എങ്കിലേ നിനക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. എന്താ പറ്റിയത്? ചിണ്ടു, വീറിന്റെ മെക്കാനിസത്തിൽ എന്തോ പ്രോബ്ലം വന്നിട്ടുണ്ട്. വണ്ടിക്ക് എന്തോ സംശയം തോന്നിയിട്ടുണ്ട്. അവൻ അവന്റെ അച്ഛനോടും അമ്മോടും വീറിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും തുറന്നങ്ങ് പറയും. വേഗം എന്തെങ്കിലും ചെയ്യ്. വിഷമിക്കേണ്ട. അകിടം പകിടം ആലം പാലം ഇക്കിടം തിക്കിടം ദം ദമാദം. അപ്പൂപ്പ, ഇപ്പൊ നിങ്ങൾ വീറിനെ അകത്തേക്ക് കൊണ്ടുപോയിക്കോ. വണ്ടിയുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. എന്താ പറ്റിയത് കുട്ടികളെ? അപ്പൂപ്പ, വീറിന് വേണ്ടി ഞങ്ങളൊരു സർപ്രൈസ് പാർട്ടി റെഡിയാക്കിയതാ. പക്ഷെ വീർ വന്നത് എല്ലാം നശിപ്പിച്ചിരിക്കുക. അവൻ ആ റൂമിനകത്തിരിപ്പുണ്ട്. ചെന്നവനെ പിടിക്കേ. വീർ, പേടിച്ച് എവിടെ നീ പതുങ്ങിയിരിക്കുന്നേ? ധൈര്യം ഉണ്ടെങ്കിൽ ലൈറ്റ് ഓൺ ചെയ്യ്. ഞാനും ചുൽബുളും ചേർന്ന് നിനക്കൊരു സർപ്രൈസ് പാർട്ടി ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. നിനക്ക് ഇഷ്ടമുള്ള എല്ലാ സ്വീറ്റ്സ് സ്നാക്സും ഉണ്ട്. നിങ്ങൾ പാർട്ടി ഓർഗനൈസ് ചെയ്ത കാര്യം എനിക്കറിയില്ല. ഞാൻ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. ഇതൊക്കെ ചിണ്ടുവിന്റെ കളിയായിരിക്കും. ലൈറ്റ്സ് എല്ലാം ഓൺ ചെയ്യ്. നീ എന്തിനാ ഇരുട്ടത്തിരിക്കുന്നേ? ഇതെന്താണ് വീർ? ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊരു സർപ്രൈസ് പാർട്ടി തരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി. ഹാപ്പി ബർത്ത്ഡേ വീർ. ഹാപ്പി ബർത്ത്ഡേ വീർ. വേഗം ആ കേക്ക് കട്ട് ചെയ്യും മോനെ. കൊള്ളാം, ഞാനില്ലാതെ പാർട്ടി തുടങ്ങാൻ പോവാണോ? ഓ സോറി, ഇന്ന് എന്താ ഇത്ര സ്പെഷ്യല്? പാർട്ടി എന്തിനു വേണ്ടിയാ നടത്തുന്നത്? വീരന്റെ ബർത്ത്ഡേ ആണെന്ന്. നിന്റെ ഒടുക്കത്തെ വിശപ്പ് അടക്കിയാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും തിന്നാൻ കിട്ടുള്ളൂ. അകിടം പകിടം ആലം പാലം ഇക്കിടം തിക്കിടം ദം ദമാദം. ഹാപ്പി ബർത്ത്ഡേ വീർ. വാവ്, ഈ കേക്ക് കാണാൻ എന്ത് ഭംഗിയല്ലേ? ഓക്കെ മോനെ വീർ, ഇപ്പൊ നീ ഈ കേക്ക് കട്ടിയായി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ വീർ. ഇത് എന്റെ കണക്കായിട്ട് ഒരു സ്പെഷ്യൽ പാർട്ടിയാ. നീ പ്രാവശ്യം രക്ഷപ്പെടില്ല.
താഴെ കാല് കുത്തിയിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വായുവിൽ നിന്ന് വേണം ഫൈറ്റ് ചെയ്യാൻ. ഇപ്പൊ കാണിച്ചു തരാടാ. ആ റിമോട്ട് മര്യാദയ്ക്ക് ആ റിമോട്ട് എനിക്ക് വേണം. വിട്. നീ ഇപ്പൊ ചെന്ന് വീണത് റോബോട്ടിന്റെ മുമ്പിലാണ്. നിന്റെ കാര്യം പോക്ക. ആദ്യം റെഡ് ബട്ടൺ പ്രസ് ചെയ്യാൻ പോവാ. അവന്റെ ഇലക്ട്രിക് പവർ ഞാൻ ക്ലോസ് ചെയ്യാൻ പോവാ. അടുത്ത ഓഫ് ചെയ്യാൻ ഞാൻ ഗ്രീൻ ബട്ടൺ പ്രസ് ചെയ്യാണ്. പിന്നെ നീയും ഞാനും മാത്രമേ ഇവിടെ ഉണ്ടാവൂ ടിംബക്ടു. മമ്മി മമ്മി ബീർ ആകാശത്തുള്ള റെയിൻബോ ഗാർഡനിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. സത്യമായിട്ടും എന്നെ കൊണ്ട് ആ റെയിൻബോയിൽ കളിക്കാൻ അവൻ സമ്മതിക്കുന്നില്ല. എന്ത് മണ്ടത്തിലാടാ നീ പറയുന്നേ? റെയിൻബോ ആർക്കെങ്കിലും താഴെ കൊണ്ടുവരാൻ പറ്റുമോ? അതേ മമ്മി, ദേ അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട്. ബണ്ടി, വെറുതെ എന്നെ ടെൻഷൻ അടുപ്പിക്കരുത്. വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് സമയം കളയാൻ വന്നോളൂ. വരൂ സർ, നമുക്ക് വേഗം അങ്ങ് പോയേക്കാം. സർ, മാഡം, വീറും ചിണ്ടും എമിലിയും ഗാർഡനിൽ റെയിൻബോയിൽ കയറി കളിക്കുക. അതേന്നേ, ഞാൻ കാര്യമായിട്ട് പറയാ. ദയവ് ചെയ്ത് എന്നെ ഒന്ന് വിശ്വസിക്കണം. ദേ അവരാ ഗാർഡനിലുണ്ട്. റെയിൻബോയില അവർ ഊഞ്ഞാലാടുന്നത്. സത്യം. ശരി വാ, നമുക്ക് പോയി നോക്കാം. നീ പറയുന്നത് എങ്ങാനും കള്ളമാണെന്നുണ്ടെങ്കിൽ വേം വാ, വേം വാ. ഇത് നല്ല രസമുണ്ടല്ലോ. അമേസിംഗ്. ശരിക്കും ഇതൊരു മാജിക് തന്നെയാ. റെയിൻബോ സ്ലൈഡ് സംഗതി കൊള്ളാലോ. വണ്ടി ഇവിടുന്ന് ഓടിപ്പോക്കോ, അല്ലെങ്കിൽ നിന്നെ അടിച്ചു പുറത്താക്കും. ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. എനിക്കും ഇതിൽ ഊഞ്ഞാലാടണം. ഈ ഗാർഡൻ എല്ലാവർക്കും ഉള്ളതാണ്. മനസ്സിലായല്ലോ? അക്കിടം പക്കിടം ആലം പാലം ഇക്കിടം തികിടം ദം ദമാദം. ഇനി നിന്റെ കാര്യം പോക്കാം. അങ്ങോട്ട് നോക്ക്. നീ പേടിച്ച് ഓടുവിടുന്നു. എനിക്കാരെയും പേടില്ലടാ. ആര് വന്ന് എന്നെ പേടിപ്പിച്ചാലും ഞാൻ പേടിക്കില്ല. മനസ്സിലായോ? രക്ഷിക്കണേ, ആരെങ്കിലും എന്നെ രക്ഷിക്കേ. അയ്യോ അയ്യോ, രക്ഷിക്കേ. ചിണ്ടു, ദേവി ഇതൊന്ന് മതിയാക്ക്. നിന്റെ മാജിക് ഒന്ന് നിർത്ത്. അവരെല്ലാം കണ്ടിട്ട് എന്ത് പറയും? എന്റെ ഇഷ്ടം പോലെ ഞാൻ കളിക്കും വീർ. ജനങ്ങൾ പറയുന്നത് ഞാൻ കണക്കാക്കേണ്ട കാര്യമില്ല. ഞാൻ എന്തിനു മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കണം? എന്റെ മനസ്സിന് ഇഷ്ടമുള്ള ഞാൻ ചെയ്യും. അത്രേ ഉള്ളൂ കാര്യം. നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ നീയും ചെയ്യുന്നത്. ചിണ്ടു, പിന്നെ നീ വേണം ഇതിനൊക്കെ ഉത്തരം പറയാൻ. അത് മറക്കണ്ട. എന്ത് പ്രശ്നം വന്നാലും ഞാൻ നോക്കിക്കോളാം. എല്ലാം എന്റെ കാര്യ. നീ എന്നെ തടഞ്ഞു നിർത്തേണ്ട കാര്യമില്ല. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ ഇവിടുന്ന് പൊക്കോ. എന്തിനാടാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നിർത്താനാ പറഞ്ഞത്. ചിണ്ടു, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഇത്രയൊക്കെ ചെയ്ത് നീ എനിക്കൊരു ക്യാരറ്റും കൂടി തരുമോ?